ഹായ് ഫ്രണ്ട്സ്, അമൃതാസ് ലൈഫ് സ്റ്റൈൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ചെറിയ പച്ചക്കറി കൃഷികളാണ് കാണിക്കുന്നത്. വലിയ കൃഷിയെന്നൊന്നും പറയാനില്ല, ചെറിയ രീതിയിൽ ഞാൻ ഓരോന്നിങ്ങനെ നട്ടുവെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് മാലി മുളകാണ്. ഇത് ഞാൻ ഒരു യൂട്യൂബറെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഓൺലൈനായിട്ട്. നല്ല രീതിയിൽ കരുത്തോടെ വളർന്നു വന്നിട്ടുണ്ട്. മുട്ടിട്ടിട്ടുണ്ട്. ഞാൻ ഓരോ ചട്ടിയിലും 2-3 തൈകൾ വീതമൊക്കെ നട്ടിട്ടുണ്ട്. ഇത് നടുന്ന സമയത്ത് ചട്ടികൾ കുറവായിരുന്നു, അപ്പോൾ 2-3 വീതം ഒക്കെ ഓരോ ചട്ടിയിൽ വെച്ചതാണ്. ഒരു തൈ വീതം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു തൈ മാത്രം വെക്കുമ്പോൾ ചിലപ്പോൾ അതങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ ആ ചട്ടി വെറുതെ പോയില്ല അത്രയും കാലം. അപ്പോൾ ഞാൻ അതും കൂടെ കണ്ടിട്ട് 2 തൈകളും കൂടെ ഏറെ അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. അധിക ചട്ടിയിലും 2-3 തൈകളൊക്കെ തന്നെ ഉണ്ട്. ഇതിൽ മാലി മുളക്, വെള്ളക്കാന്താരി, ഉടങ്കൊല്ലി മുളക്, ഇതൊക്കെയാണ്. ഇങ്ങനെ 3 തരം മുളകും തൈകൾ നട്ടിട്ടുണ്ട്. ഇത് ഉടങ്കൊല്ലി മുളക് തൈയാണ്. അതിൽ ഒരു പുതിനയുടെ കമ്പ് ഇതിൽ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിലാവശ്യത്തിന് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരു കമ്പ് ഇതിൽ വെറുതെ എടുത്ത് കുത്തി കൊടുത്തതാണ്. ഇതിന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ട് കൊടുക്കണം. ഇത് കുറച്ച് മുന്നേ ഞാൻ ഈ ചട്ടിയിൽ വെറുതെ കുറച്ച് ഉള്ളി നട്ട് കൊടുത്തായിരുന്നു. അതിന് പൂവൊക്കെ വന്നു. ഇതും മാലിമുളക് തന്നെയാണ്. ഇതിലും മുട്ടൊക്കെ വന്നിട്ടുണ്ട്. മാലിമുളകിൻ്റെ തൈകളെല്ലാം ഒരു ദിവസം നട്ടതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉടങ്കൊല്ലി, വെള്ളക്കാന്താരിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. ഈ മാലിമുളകിൻ്റെ ഈ തൈകളുടെ ഇലകൾക്കൊക്കെ കുറച്ച് നല്ല വീതിയിലാണ്, നല്ല കരുത്തോടെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, വല്ലാതെ ഉറുമ്പ് വരുന്നുണ്ട്. ഇതെൻ്റെ ഒരു മുരിങ്ങത്തൈയാണ്. ഇതൊരു 30 രൂപയ്ക്ക് ഒരു തൈ വാങ്ങിയതായിരുന്നു. ഇത് ചട്ടിയിൽ വെച്ച് കുറച്ചൊന്ന് വലുതായതിന് ശേഷം മണ്ണിലേക്ക് നടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് മുമ്പ് ഞാനിതുപോലെ ഒരു 30 രൂപയുടെ ഒരു തൈ കുറച്ച് വളർന്നതിന് ശേഷം ആദ്യം ചട്ടിയിൽ വെച്ചു, പിന്നെ ബക്കറ്റിലേക്ക് മാറ്റി. പിന്നെ അത് കുറച്ച് നല്ല കരുത്തോടെ വളർന്നു വന്നപ്പോൾ മണ്ണിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ചെറിയ ഒരു തൈയായിരുന്നു. പെട്ടെന്ന് നല്ല ശക്തിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഈ മുരിങ്ങ തൈ ഇപ്പോൾ ഇത്ര പോയി കുറച്ച് വലുതായി വളർന്നിട്ടുണ്ട്. ഇത് ഇഞ്ചിയാണ്. കുറച്ചായിട്ടേ ഉള്ളൂ നട്ടിട്ട്. ഇതിലാദ്യം കുറച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ കോഴികളുണ്ട് എനിക്ക് കുറച്ച്. അപ്പോൾ വൈകുന്നേരം ഒരു അരമണിക്കൂറൊക്കെ അവരെ പുറത്ത് വിടും. അപ്പോൾ ആ സമയം മതി. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് വിട്ടാൽ തന്നെ അവരിതൊക്കെ കൊത്തി റെഡിയാക്കും. അങ്ങനെ ഇതിലുള്ളതൊക്കെ പോയപ്പോൾ ഞാൻ പിന്നീട് അതിൽ നിന്ന് വേറൊരു ഇതെടുത്ത് നട്ടതാണ്. ചെറിയൊരു വിത്തെടുത്തിട്ട് ഇതിൽ നട്ടിട്ടുണ്ട്. ഇതൊക്കെ കോഴി ആദ്യം റെഡിയാക്കി തന്നതായിരുന്നു. കോഴികൾ ഇഞ്ചിയുടെ ഇല നന്നായിട്ട് ഇങ്ങനെ കൊത്തി കഴിക്കും. ഇതും ഇഞ്ചി തന്നെയാണ്. ഇത് കുറച്ച് വലുതായി, കുറച്ച് നല്ല രീതിയിലോട്ട് വളർന്നു വന്നാൽ പിന്നെ പെട്ടെന്നൊന്നും അങ്ങോട്ട് കേടൊന്നും പോവില്ല. ഇത് മുളച്ച് വരുന്ന സമയത്ത് തന്നെ തൈകൾക്ക് കൊത്ത് കൊണ്ടാൽ പിന്നെ അത് പോവും. ഇതൊരു ഇഞ്ചിയാണ്. ഇത് കുറച്ച് വലുതായി വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഗ്രോ ബാഗിൽ വെച്ചതാണ്. ഇതൊക്കെ
ഇതൊക്കെ നന്നായി വളർന്നു വന്നിട്ടുണ്ട്. കോഴികൾ ഓരോരുത്തരായിട്ട് വരുമ്പോൾ അങ്ങനെ കൊത്തി കഴിക്കില്ല. ഒന്നിച്ചൊക്കെ വരുന്ന സമയത്ത് അവർ കൊത്തുന്നത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോവും. കുറച്ച് സമയത്ത് മാത്രമേ അവരെ വിടുള്ളൂ. പക്ഷെ ആ സമയം തന്നെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഒരിതൊക്കെ കൊണ്ടുപോകും. ഇതൊരു വഴുതനയാണ്. ഇതിൽ 3 തൈ വെച്ചിട്ടുണ്ട്. നല്ല എറുമ്പ് ശല്യമുണ്ട് ഇതിൽ. പച്ച കളറുള്ള വഴുതനയാണ്. ഇതാ ഒന്ന് ഉണ്ടായിന്, അതിൻ്റെ മുകളിലൊക്കെ എറുമ്പാണ്. പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. പൂവൊക്കെ വന്നിട്ടുണ്ട് ഇതിലൊക്കെ. ഇത് ഉടങ്കൊല്ലി മുളകാണ്. ഇത് കുറച്ചായിട്ടേ ഉള്ളൂ നട്ടിട്ട്. ആദ്യം വിത്ത് പാകി തൈ ആയതിനു ശേഷം ചട്ടിയിലേക്ക് മാറ്റി നട്ടതാണ്. ആദ്യം ചെറിയൊരു ചട്ടിയിൽ വെച്ചിട്ട് വിത്ത് മുളപ്പിച്ചു. ഒരു 2 പരുവൊക്കെ ഒന്ന് ആയപ്പോൾ മാറ്റി നട്ടതാണ് ഇതൊക്കെ. ഇനി ഇത് പയറാണിത്. മതിലിൻ്റെ മുകളിൽ വെച്ചതാണ്. 2 ചട്ടിയിൽ പയർ, അതിൻ്റെ അപ്പുറത്ത് 2 ചട്ടിയിൽ നിത്യവഴുതനയാണ്. നിത്യവഴുതന ഇവിടെ ആദ്യമായിട്ട് ഞാൻ വെച്ചതാണ്. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതുവരെ കഴിച്ചിട്ടുമില്ല. വൈകുന്നേരമാണ് ഇതിൻ്റെ പൂ വിരിയുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാൻ. കായ ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. നിറച്ച് മുട്ടൊക്കെ കാണാനുണ്ട്. ഇതാ കായ ഉണ്ടായി വന്നിട്ടുണ്ട്. കുറേ കണ്ടത് ഇതിൻ്റെ മുകളിലായതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ശരിക്കും ഇത് എടുക്കാൻ കഴിയില്ല. മതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടിക്കയർ അങ്ങോട്ട് നീട്ടി കെട്ടിക്കൊടുത്ത് അതിൽ പടർത്തി ഇട്ടതാണ്. ഇതവിടെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല. ഞാൻ കൃഷിയുടെയൊക്കെ വീഡിയോ അങ്ങനെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ. മാലിമുളക്, ഉടങ്കൊല്ലിയുടെ മുളക്, വെള്ളക്കാന്താരി, നിത്യവഴുതന, പിന്നെ സുന്ദരിച്ചീര, അങ്ങനെ കുറച്ച് വിത്തുകളായിരുന്നു ഞാൻ ഒന്നിച്ച് വാങ്ങിയതായിരുന്നു. ഒരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. അതിൽ ചീര ഞാൻ നട്ടിട്ടില്ല. അതിൻ്റെ വിത്ത് അവിടെ ഉണ്ട്. ബാക്കിയെല്ലാം മുളപ്പിച്ചതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ 2-3 ചെണ്ടുമല്ലി ഉണ്ട്. ഓണസമയത്തേക്ക് പൂ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 6 തൈ നഴ്സറിയിൽ നിന്ന് 6 തൈ വാങ്ങിച്ചായിരുന്നു. ഒരു തൈക്ക് 5 രൂപയായിരുന്നു വില. അവിടെ അപ്പുറത്ത് കുറച്ച് ചെണ്ടുമല്ലിയുടെ തൈകളുണ്ട്. അത് ആദ്യം ഇവിടെ ഉള്ളതായിരുന്നു. അപ്പം ഒരു 6 തൈ കൂടെ വാങ്ങി വെച്ചു. ഇപ്പോൾ ഇത് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് 2 കളറാണ്, മഞ്ഞയും ഓറഞ്ചും. കളറൊന്നും ഇപ്പം മനസ്സിലാകുന്നില്ല. ഇത് ഓറഞ്ചാണെന്ന് തോന്നുന്നുണ്ട്. 3 തൈ മഞ്ഞയും 3 തൈ ഓറഞ്ച്, അങ്ങനെയാണ് വാങ്ങിച്ചത്. എല്ലാം ഓണസമയമൊക്കെ ആകുമ്പോഴേക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, അപ്പോഴേക്ക് പൂക്കൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു തലപ്പ് നുള്ളിക്കൊടുക്കുക, കുറച്ചിങ്ങനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് അത്ര ധൈര്യം ഉണ്ടായില്ല. അഥവാ തൈ നഷ്ടപ്പെട്ടു പോവുമോ, മഴക്കാലമല്ലേ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കേടായി പോകുമെന്ന് ഒരു സംശയം, പേടികൊണ്ട് ചെയ്തില്ല. പക്ഷേ ഇതിൽ തന്നെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രാഞ്ചസൊക്കെ വന്നിട്ട്
നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് തൈകളല്ലേ ഉള്ളൂ, കുറേ കൂടുതൽ തൈകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അതിലും നന്നായിട്ടുണ്ട്, മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ശല്യമാണ്, ഭയങ്കര ഉറുമ്പ് ശല്യമാണ് മുളക് തൈകളിലൊക്കെ വരുന്നത്. ഒരു കറുപ്പ് കളറിലുള്ളൊരു ഉറുമ്പ്. ഞാൻ പല കാര്യങ്ങളും ചെയ്ത് നോക്കി, മഞ്ഞൾപ്പൊടി ഇട്ട് നോക്കി, സുർക്ക പിന്നെ ഹാൻഡ് വാഷൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പലതൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ എന്തായാലും എറുമ്പ് പോകുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ കുറച്ച് ചെതൽപ്പൊടി ഇങ്ങനെ നിലത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മുളകിലൊക്കെ എറുമ്പ് അല്ലാതെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ റെഡിയാക്കി എടുക്കണം. ഇലകളിലൊക്കെ കുറച്ച് കുരുടിപ്പ് പോലെയൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിലും ഇല്ല, ഈ ഒരു പോട്ടിലുള്ളതിന് മാത്രമേ ഉള്ളൂ. ഇതിൽ 3 തൈകളുണ്ട്. ഇത് മാലിമുളക് തന്നെയാണ്. ഇതിൽ മാത്രം മുട്ടൊന്നും ഇട്ടിട്ടില്ല. ബാക്കി മാലിമുളകിൻ്റെ എല്ലാ പോട്ടിലും എല്ലാത്തിലും മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മാലിമുളകല്ല, അല്ലാന്ന് തോന്നുന്നു. ഇത് തണ്ട് കണ്ടിട്ട് കുറച്ച് വ്യത്യാസം. ഇതിലെല്ലാം മുട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ, ഈ മാലിമുളകിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പെട്ടെന്ന് വളർന്നു വരുന്നുണ്ട്. മാലിമുളകിൻ്റെ തൈ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വിത്തൊക്കെ ആകെ നഷ്ടപ്പെട്ടു പോയി. അത്ര ശ്രദ്ധിച്ചെടുത്ത് വയ്ക്കാൻ പറ്റില്ല. അതുപോലെ വഴുതനയുടെ തൈകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. തൈകളെല്ലാം വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയോ മിസ്സായിപ്പോയി. ഇതും മറ്റൊരു ഇതന്നെയാണ്, മാലിമുളക് തന്നെയാണ്. കണ്ടില്ല, ഇതിലെല്ലാം നല്ല മുട്ട് വന്നിട്ടുണ്ട്. ഇതൊരു കുവ്വയുടെ ചെടിയാണ്. കുവ്വ കുറച്ച് നല്ല കുവ്വയല്ല, മഞ്ഞൾ മാറിപ്പോവും. കാരണം ഞാൻ കുറച്ച് ചട്ടികളിലാക്കിയിട്ട് കുവ്വ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് സ്ഥലം മാറ്റിയതാണ്. ആ ഓർമ്മയിലാണ് ഇങ്ങനെ കുവ്വാന്ന് പറഞ്ഞത് കേട്ടോ. ഇത് മഞ്ഞളാണ്. ഇത് മഞ്ഞൾ, വയനാട് മഞ്ഞളാണിത്. വയനാട്ടിൽ പോയപ്പോൾ ഏട്ടൻ കൊണ്ടുവന്നായിരുന്നു വിത്ത്. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ കൊണ്ടുവന്നതാണ്. അതൊക്കെ വിത്ത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട്, അധികം സ്ഥലമൊന്നും ഉള്ളതല്ല, ഇങ്ങനെ ചട്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നട്ട് വയ്ക്കുകയാണ്. ഒരിഷ്ടം കൊണ്ട്, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.